ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് റോഡിലുള്ള ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റുള്ള ഫ്രിസ് ടവറിലെ സ്ട്രീറ്റ് അറേബ്യ എന്ന് പറയുന്ന റെസ്റ്റോറന്റിലാണ്. ഇവിടുത്തെ ചില സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണിത്. അപ്പൊ ഇന്നാണ് ഇവിടെ വരാനൊരു ചാൻസ് കിട്ടിയത്. വളരെ ത്രിൽഡ് ആണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അറബിക് കഫേ എന്നറിയപ്പെടുന്ന റെസ്റ്റോറന്റ് ആണിത്. ഈ കാണുന്നത് ഇവരുടെ മെയിൻ റിസപ്ഷൻ ഏരിയ, അതേപോലെ പാർസൽ ആൻഡ് ടേക്ക് അവേ കൗണ്ടർ ആണ്. ടുഡേ സ്പെഷ്യൽ മെനു ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഡൈനിങ് സ്പേസ് വരുന്നത് മുകളിലാണ്. ഈ പോകുന്ന വഴി രാത്രി ആവുമ്പോ നല്ലൊരു വൈബ്രന്റ് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. ഫുള്ളി ലിറ്റ് അപ്പ് ഏരിയ ആയിരിക്കും. മുകളിലേക്ക് പോകാൻ ലിഫ്റ്റ് ഇല്ല, സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഡൈനിങ് സ്പേസ് ഒന്ന് കണ്ടു കളയാം. നല്ല അടിപൊളി ഫൈൻ ഡൈൻ ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് നല്ല കളർഫുൾ ആൻഡ് കംഫർട്ടബിൾ പ്ലഷ് സീറ്റ്സും നല്ല കംഫർട്ടബിൾ ടേബിൾസും അതേപോലെ നല്ല അട്രാക്റ്റീവ് രീതിയിലുള്ള സ്ട്രക്ചറൽ ഡിസൈനും ലൈറ്റ് അറേഞ്ച്മെന്റ്സും അതേപോലെ ഫ്ലോറിംഗും ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പകൽ സമയത്ത് നല്ലപോലെ നാച്ചുറൽ വെളിച്ചം കിട്ടാനും അതേപോലെ നല്ല ഔട്ട്സൈഡ് വ്യൂ കിട്ടാനുമായിട്ട് രണ്ട് ഹ്യൂജ് ഗ്ലാസ് പെയിന്റ്സും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോ ഡൈൻ ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്. പക്ഷെ തിരക്കൊഴിഞ്ഞൊരു സമയമായതുകൊണ്ട് ഇവരെല്ലാവരെയും സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്റ്റെപ്പും കൂടി കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ എൻറ്റയർലി ഒരു ഡിഫറെന്റ് സ്റ്റൈലിലുള്ള ഡൈനിങ് സ്പേസ് ആണ് കണ്ടത്. അതായത് വളരെ അട്രാക്റ്റീവ് ആൻഡ് റെയർ ആയിട്ട് കണ്ടിട്ടുള്ള ഡബിൾ ഡെക്കർ സ്റ്റൈലിലുള്ള സീറ്റ് അറേഞ്ച്മെന്റ് ആണ്. വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ വളരെ സ്പേസ് കൺസ്യൂമിംഗ് ആയിട്ടും തോന്നി. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില് ഊഞ്ഞാല് പോലെ ആടി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല കംഫർട്ടബിൾ ആൻഡ് അട്രാക്റ്റീവ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെയും. ശരിക്കും ഇങ്ങനത്തെ ഒരു ഡബിൾ ഡെക്കർ സ്റ്റൈലിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ സ്റ്റെപ്സിന്റെ താഴെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് വളരെ അട്രാക്റ്റീവ് ആയി തോന്നി. ഒരുപക്ഷെ രാത്രി നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമുക്ക് എന്തായാലും ഇവരുടെ ഈ താഴെയുള്ള ഈ ബോക്സ് സ്പേസിൽ ഇരുന്ന് ഇവരുടെ മെനു നോക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. ഒരു റെസ്റ്റോറന്റ് മെനുവിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻഡെക്സ് കാണുന്നത്. അപ്പൊ അത്ര അധികം വെറൈറ്റിയിലുള്ള ഫുഡ് ഇവിടെ ഉണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പലതരം കബാബ്സ് ഉണ്ട്, അൽഫാംസ് ഉണ്ട്, മന്തി ഐറ്റംസ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, നൂഡിൽ, ഫ്രൈഡ് റൈസ്, കിഴി പൊറോട്ട, ഗ്രേവി, ബ്രെഡ് ഐറ്റംസ്. ലേസി ഡെക്കർ ഇപ്പൊ ഇവര് നിർത്തി വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത്. പിന്നെ ബർഗേഴ്സ്, പാസ്ത, സാൻഡ്വിച്ചസ്, അതും വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ട്, മൊഹിറ്റോസ് ഉണ്ട്, ജ്യൂസസ് ഉണ്ട്, ഫലൂഡാസ് ഉണ്ട്, ഇവരുടെ സ്പെഷ്യൽ മിൽക്ക് ഷേക്സ് ഉണ്ട്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ ടീ വെറൈറ്റീസും ഉണ്ട്. പിന്നെ ഇവർക്ക് കൂടുതലും ബ്രാഞ്ചസ് തമിഴ്നാട്ടിലാണ്. പാലക്കാടാണ് കേരളത്തിലാകെ ഉള്ള ഒരു ബ്രാഞ്ച്. പാലക്കാട് ഇത് കൂടാതെ ഒരു ഫുഡ് ട്രക്കും ഉണ്ട്. അപ്പൊ മെനു കണ്ടിട്ട് ശരിക്കും കൺട്രോൾ പോയി. കാരണം പല ഐറ്റംസും ചറവറാന്ന് ഓർഡർ ചെയ്യണമെന്ന് തോന്നി. പക്ഷെ അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഷവർമ ഐറ്റംസ് ഒക്കെ ഈവനിങ്ങിലേ കിട്ടൂ. ഇപ്പൊ കുറച്ച് പുതിയ ഐറ്റംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഐറ്റം ഓർഡർ ചെയ്താൽ വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ ഇന്ന് അത് തന്നെ ആക്കാം എന്ന് വിചാരിച്ചു. അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അപ്പോഴത്തേക്കും വന്നു മോനെ ഒരു താജ്മഹൽ പോലുള്ള ഒരു സംഭവം. ആഹാ, നല്ല കിടിലൻ ഐറ്റം. അപ്പൊ ഇതാണ് ഇവരുടെ ഡബിൾ ഡെക്കർ പ്ലാറ്റർ. ഈ ഒരു റേറ്റിന് 4 പേർക്ക് കഴിക്കാനുള്ള ഒരു പ്ലാറ്റർ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താഴത്തെ തട്ടിൽ നല്ല മന്തിയാണ് വരുന്നത്. അതിൽ ഇവരുടെ 2 ഫ്ലേവേഴ്സിലുള്ള ഹാഫ് പോർഷൻ അൽഫാംസ് വരുന്നുണ്ട്. പിന്നെ 2 ഡിപ്സ് വരുന്നുണ്ട്. പിന്നെ മുകളിലത്തെ തട്ടിലാണെങ്കിൽ ഒരു ഗ്രേവി, ഒരു ചില്ലി ചിക്കൻ ഗ്രേവി ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കിഴിയും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ കുടിക്കാനുള്ള ഒരു ഡ്രിങ്കിന്റെ ജഗ്ഗും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ കിഴി ഒന്ന് തുറന്നു നോക്കാം എന്താണെന്ന്. അപ്പൊ കിഴി തുറക്കുമ്പോ തന്നെ നല്ലൊരു മസാലയുടെ അരോമ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. ആഹാ, നല്ലൊരു കിടിലൻ കിഴി പൊറോട്ടയാണ്. മുകളിൽ 2 കാടമുട്ട കാണാം. ഇപ്പോഴും നല്ല ആവി പറക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എത്ര പൊറോട്ട ഉണ്ടെന്ന് നോക്കാം. 1, 2, 3 പൊറോട്ട ഉണ്ട്. അപ്പൊ ആദ്യത്തെ ലെവലില് കാടമുട്ട മസാലയാണ്. താഴത്തെ 2 പൊറോട്ടയുടെ ഇടയിലും നല്ല നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. അപ്പൊ നമുക്ക് ഈ കാടമുട്ട ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കൊള്ളാം, നല്ല ഫ്രഷ് കാടമുട്ട. അപ്പൊ ഇനി നമുക്ക് ആ പൊറോട്ട, ആ ചിക്കൻ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് ശരിക്കും, ഇപ്പോഴും നല്ല ആവി പറക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ചൂട് പൊറോട്ട ആ കറി കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിടിലൻ പൊറോട്ട, അതിന്റെ കൂടെ നല്ല നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച ചിക്കൻ കറിയും കൂടി ആവുമ്പോ ഒരു രക്ഷയില്ല. നല്ല ചൂടുണ്ടെങ്കിലും ഒറ്റയടിക്ക് കഴിച്ചു തീർക്കും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ആ ഡ്രിങ്ക് എന്താണെന്ന് നോക്കാം. കണ്ടിട്ട് ഒരു ഫ്ലേവേർഡ് ലൈം ജ്യൂസ് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഫ്ലേവർ ആണെന്നൊന്ന് കുടിച്ചു നോക്കാം. കൊള്ളാം, നല്ല സൂത്തിങ് ഗ്രേപ്പ് ലൈമാണ്, നല്ല സുഖമുണ്ട് കുടിച്ചപ്പോ. ഇനി നമുക്ക് ഇവരുടെ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കളർഫുൾ മന്തി. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ കൂടെ ഇതിൽ വരുന്ന ആ പെരി പെരി ചിക്കൻ കൂട്ടി കഴിക്കാം. നല്ല ടെംപ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട് ഇതിന്റെ മാരിനേഷൻ. അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന മയണൈസിനും ഒരു സ്പെഷ്യൽ കളർ ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ബീട്രൂട്ട് ഫ്ലേവറിലുള്ള മയണൈസ് ആണ്. പിന്നെ ഇവരുടെ സാൽസ ഡിപ്പും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഡിപ്സ് മിക്സ് ചെയ്ത് ആ മന്തിയുടെ കൂടെ കൂട്ടിക്കുഴച്ച് ഇവരുടെ ഈ പെരി പെരി ചിക്കന്റെ ഒരു പീസ് എടുത്ത് എല്ലാം കൂട്ടിക്കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിടിലൻ ചിക്കൻ, അതായത് പെരി പെരി ഫ്ലേവറിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു അൽഫാം കഴിക്കുന്നത്. ഒരു സ്പെഷ്യൽ സ്പൈസി ആൻഡ് ടാൻജി ഫ്ലേവർ ആയിരുന്നു. ശരിക്കും ഒറ്റ ഇരിപ്പിന് തന്നെ അത് കഴിച്ചു തീർക്കാൻ തോന്നി, അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇവരുടെ സാൽസ ഡിപ്പാണ്. അതും നല്ല ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു, കുറച്ചൊരു സ്പൈസി ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ അടുത്ത അൽഫാം ഒന്ന് ട്രൈ ചെയ്യാം. ഇത് മൊറോക്കൻ ഫ്ലേവർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അധികം സ്പൈസി ആവാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും കുറച്ചെടുത്തൊന്ന് കഴിച്ചു നോക്കാം. അതെ, ഒട്ടും സ്പൈസി അല്ല, ശരിക്കും ഒരു അറബിക് ഫ്ലേവർ ആണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഫ്ലേവർ. അപ്പൊ നമുക്ക് അതും ആ മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, പക്ഷെ എനിക്കിഷ്ടായത് ഇവരുടെ പെരി പെരി ഫ്ലേവർ ആണ്, ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ ആണ്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോ നല്ല ഫ്ലേവർഫുൾ മന്തിയാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ആ സെമി ഗ്രേവി ചില്ലി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മന്തി ആയിട്ട് ഇതുവരെ ചില്ലി ചിക്കൻ കൂട്ടി കഴിച്ചിട്ടില്ല, അത് ഇവിടെയാണ് ആദ്യമായിട്ടൊരു ചാൻസ് കിട്ടുന്നത്. നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഇവരുടെ ചില്ലി ചിക്കൻ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാം, ചില്ലി ചിക്കനും മന്തിയും. കൊള്ളാം, നല്ലൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി ചില്ലി ചിക്കൻ, അത് മന്തിയായിട്ട് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഈ പ്ലാറ്ററിന്റെ കൂടെ 4 പേർക്കുള്ള ഡെസേർട്ട് ആയിട്ട് 4 ഐസ് ക്യാൻഡിയും കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഫ്ലേവർ ആയിരിക്കില്ല, പലർക്കും പല ഫ്ലേവേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയത് ഈ ഒരു ഫ്ലേവർ ആണ്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് കച്ച മാംഗോ ഫ്ലേവർ ആണ്, അതായത് പച്ചമാങ്ങയുടെ ഫ്ലേവർ. പിന്നെ ഇവിടെ നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ് ഈ ഒരു സംഭവം. അപ്പൊ ഇതാണ് ഇവരുടെ മിനിയൻ ഫലൂഡ. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ, നല്ല പ്ലീസിങ് കളേർഡ് ഐസ്ക്രീംസ് ആണ് ഇതിലുള്ളത്. അതേപോലെ ഒരുപാട് ഫില്ലിംഗ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏതൊക്കെ ഫ്ലേവർ ആണെന്ന്. നല്ല കിഡിലൻ മാംഗോ സ്കൂപ്പ് ഐസ്ക്രീമാണ്, മുകളിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ കൂടെ എടുത്തു പറയേണ്ടത് ഒരുപാട് നട്ട്സ് ഇട്ടിട്ടുണ്ട്, അതായത് പിസ്ത, ബദാം എല്ലാം ഒരുപാട് നട്ട്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ചും കൂടി ഡിഗ് ചെയ്തപ്പോ നല്ല സ്ട്രോബെറി ഐസ്ക്രീമും കിട്ടി. പിന്നെ ഏറ്റവും താഴെ ഇവരുടെ വാനില ഐസ്ക്രീമും വരുന്നുണ്ട്, കസ്കസ് വരുന്നുണ്ട്, ജെല്ലി പീസസ് വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും അടിയിൽ നിന്ന് എടുത്തപ്പോ നല്ല വാനില ഐസ്ക്രീമും അതേപോലെ കട്ട് ഫ്രൂട്ട്സും കിട്ടി. അപ്പൊ നല്ലൊരു ടേസ്റ്റി ഫലൂഡയാണ്, അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ചടപ്പിച്ചിട്ടില്ല, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഡബിൾ ഡെക്കർ പ്ലാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ സുഖമായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പേസ വസൂൽ പ്ലാറ്റർ ആണെന്ന് തന്നെ പറയാം. ഇതിൽ റൈസും ഡിപ്സും അൺലിമിറ്റഡ് ആണ്. അപ്പൊ നിങ്ങളൊരു മന്തി ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല പ്ലാറ്റർ വേറെ എവിടെയും കിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇവരുടെ കുറെ സിഗ്നേച്ചർ ഐറ്റംസ് ട്രൈ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഇനിയും ഒന്ന് വരേണ്ടി വരും. ഇവർക്ക് പാർക്കിങ്ങിനായിട്ട് റോഡിന്റെ 2 സൈഡിലും സ്ഥലമുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ഒരു സ്പെഷ്യൽ സ്പേസും വരുന്നുണ്ട് ഇവരുടെ റെസ്റ്റോറന്റുള്ള അതേ സൈഡിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.